നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ കാര്യങ്ങൾ എഴുതി കറക്റ്റ് സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുട്ടി എന്ന് പ്രസവിച്ചു, എന്ന് ആദ്യത്തെ ഹീറ്റായി, ആ ഡേറ്റ് നമ്മൾ കുറിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ ആളുകളും നമുക്ക് ടാഗ് വേണം, ഐഡന്റിഫിക്കേഷൻ മാർക്ക്. അപ്പൊ ഒന്നിലെ ചെവിയിലടിക്കാം, അല്ലെങ്കിൽ കഴുത്തിൽ കെട്ടിയിടാം. അപ്പൊ നമുക്ക് അത് ഏതാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് വെച്ചിട്ട് ഈ ഫീമെയിൽ പ്രസവിച്ച ഡേറ്റ് ആദ്യത്തെ ഹീറ്റായത്, ആദ്യത്തെ ഹീറ്റായി 18 മുതൽ 21 ദിവസത്തിനുള്ളിൽ വീണ്ടും ഹീറ്റാവും. അപ്പൊ നമുക്ക് ആ ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും അതിനെ എണ്ണ ചേർക്കാം. എണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ ഡേറ്റ് വീണ്ടും കുറിച്ചു വെക്കണം. വീണ്ടും 18 മുതൽ 21 ദിവസത്തിൽ വീണ്ടും ചെക്ക് ചെയ്യണം അതിന് മതി വന്നിട്ടുണ്ടോ. മതി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു 50% ഉറപ്പിക്കാം അത് ചെന പിടിച്ചിട്ടുണ്ട്. വീണ്ടും ആ ഡേറ്റ് മുതൽ 18, 21 ദിവസം നമ്മൾ അതിനെ വീണ്ടും മോണിറ്റർ ചെയ്യണം അത് ചെന പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ വേറെ മതിലക്ഷണങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ 99% ഉറപ്പായി ആട് ചെന പിടിച്ചു എന്നുള്ളത്. കാരണം ചില ആടുകൾ ഫോൾസ് കാണിക്കാറുണ്ട്. അതായത് ചവിട്ടിച്ച് അടുത്തത് മതി കാണിക്കില്ല, പിന്നത്തേത് മതി കാണിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ 2 തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഡേറ്റ് കുറിച്ച് വെച്ചു. ആ ബ്രീഡ് ചെയ്ത ഡേറ്റിന് 145 മുതൽ 150 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ട് ആട് പ്രസവിച്ചിരിക്കും. പിന്നെ അടുത്ത ദിവസം ഒരു സുഹൃത്തിനോട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വിളിച്ചിരുന്നു, ആളുകൂടി ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാം, 162 ദിവസമായി ആട് പ്രസവിച്ചില്ല. അപ്പൊ നമ്മള് ഡോക്ടറെ വിളിച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. കാരണം അത് ചിലപ്പോൾ ആദ്യത്തെ ബ്രീഡിങ്ങിലായിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള യാതൊരു സാധ്യതകളും ഇല്ല. അപ്പൊ നമ്മുടെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 145 മുതൽ 150 ദിവസം ആട് കറക്റ്റായിട്ട് പ്രസവിക്കും. പ്രസവിച്ച ആടിനെ വീണ്ടും നമ്മൾ ഒരു 1.5 മാസത്തിനുള്ളിൽ വീണ്ടും അടുത്ത മതിയാവും. നമ്മൾ നോക്കി വെക്കണം. 2 മാസത്തിനുള്ളിൽ അത് മതിലക്ഷണങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മതി വരാനുള്ള മിനറൽസ് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. അതിന് ഒരു ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ കെമിൻ എന്ന് പറയുന്ന കമ്പനിയുടെ റീപ്രോമിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതേമാതിരി ഫൈസർ എന്ന് പറയുന്ന കമ്പനിയുടെ സൈക്ലോമിൻ 7, അങ്ങനെ കുറച്ച് പല കമ്പനികളും പല പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ റയർ മിനറൽസിന്റെ കാര്യങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് വരും, കറക്റ്റായിട്ട് മതി കാണിക്കും. ഇനി ആദ്യം പ്രസവിച്ചിട്ട് 3 മാസമായിട്ട് മതി കാണിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? നമുക്ക് ആട് ഫോം നഷ്ടത്തിൽ ഒഴിക്കാനായി പോലും പറ്റുന്നില്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിന് ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യണം, PGF2 ആൽഫ. അപ്പൊ അത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ആട് മതി കാണിക്കും. അപ്പൊ നമുക്ക് ബ്രീഡ് ചെയ്യാം. വീണ്ടും നമ്മൾ അത് ചെന പിടിച്ചോന്നോ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഈ ചെന പിടിച്ചെങ്കിൽ ഫൈൻ, ചെന പിടിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ ആടിനെ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കണം. അതിന് മതി വരുന്ന സമയത്ത് അതിന്റെ പിറകിൽ നിന്ന് വരുന്ന അത് നല്ല വലുവലുപ്പുള്ള കളറില്ലാത്ത ദ്രാവകമാണോ, വെള്ള മഞ്ഞ കളർ ഉള്ളതാണോ? വെള്ളയോ മഞ്ഞോ കളറുള്ള ദ്രാവകം വരണമെങ്കിൽ അതിന്റെ യൂട്രസിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും കൊണ്ടുപോയിട്ട് അതിനെ കുത്തിവെച്ചിട്ടോ ചവിട്ടിച്ചിട്ടോ കാര്യമില്ല. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു മതി വിട്ട് അതിനുശേഷം അടുത്ത മതിക്ക് ശേഷം മാത്രമേ അതിനെ എണ്ണ ചേർക്കാനായിട്ട് പാടുള്ളൂ. അപ്പോ അതിനുശേഷം നമ്മൾ മതി ചേർത്തിട്ട് ചെന പിടിച്ചില്ലെങ്കിൽ ആ പെണ്ണാടിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇറച്ചിക്കാർക്ക് കൊടുത്ത് ഒഴിവാക്കണം. സ്വല്പം തീറ്റയൊക്കെ കൊണ്ടു കൊടുത്ത് തടിയൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്ത് ഒഴിവാക്കണം. നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും അത് കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഗോഡ് ഫാം നമുക്ക് നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കില്ല. ഇനി കുഞ്ഞുങ്ങൾ ജനിച്ചു വീണ ഒരു 15 ദിവസം കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് ആവശ്യമായ ഗ്രോത്തിന്റെ ഹോർമോൺസ് ഒക്കെ നമുക്ക് കുറേശ്ശെ കൊടുക്കാം. ഒരു 3 മില്ലിയൊക്കെ ആവശ്യമുള്ളൂ. അത് പല കമ്പനിക്കാരും ഇറക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു സിറിഞ്ചിൽ എടുത്തിട്ട് ആദ്യത്തെ 2-3 ദിവസമൊക്കെയാണ് കുട്ടികളെ ബലം പ്രയോഗിച്ച് അതിന്റെ വായയിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ സിറിഞ്ചിൽ എടുത്തിട്ട് സൂചി ആവശ്യമില്ല, സൂചി ഇല്ലാതെ സിറിഞ്ചിൽ എടുത്തിട്ട് വായയിൽ കൊടുക്കാൻ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില് ചില ടോണിക്കുകളൊക്കെ സ്വല്പം എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതില് വിറ്റാമിൻ എ ഡി ഉണ്ടാവും, സെലനിയം ഉണ്ടാവും, ബയോട്ടിൻ ഉണ്ടാവും, നമുക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അതിലുണ്ടാവും.
ബയോട്ടിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പല്ല്, എല്ല്, കൊമ്പ്, കുളമ്പ്, നഖമൊക്കെ വളരുള്ളൂ. അതേമാതിരി വിറ്റാമിൻ എ ഡി ഒക്കെ ഉണ്ടെങ്കിലാണ് ഇറച്ചി കറക്റ്റായിട്ട് ഇതായിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് വേറെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അഡീഷണൽ ആയിട്ട് മുട്ടന്മാരാണെന്നുണ്ടെങ്കിലും പെടകളാണെന്നുണ്ടെങ്കിൽ അതിന് എണ്ണ ചേർക്കുന്നവരെ മാത്രമേ നമ്മൾ ഫാറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫാറ്റ് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നോൺ വെജ് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് അത് ഇറച്ചി കയറും, നന്നായിട്ട് വളരും. അപ്പൊ പെണ്ണാടുകൾ നമ്മൾ ചവിട്ടിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം യാതൊരു കാരണവശാലും നമ്മൾ അതിനെ പിന്നെ ഈ ഫാറ്റ് കണ്ടന്റ് കൊടുക്കാൻ പാടില്ല. ചെന പിടിച്ച എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പ്രസവം എളുപ്പമായിരിക്കില്ല, ഓപ്പറേഷൻ വേണ്ടി വരും. കുഞ്ഞ് സാധാരണ ഉള്ളതിന്റെ ഇരട്ടിയിൽ വേറെ വലുപ്പുണ്ടാവും. ആണാടുകൾക്ക് നമുക്ക് 1.5 വയസ്സ് വരെ ഫാറ്റ് കണ്ടന്റ് തീറ്റയിൽ കൊടുക്കാം. അപ്പോ നന്നായിട്ട് തീറ്റ പരിവർത്തന ശേഷി FCR ഒക്കെ കൂടും. കോഴി വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ബ്രോയിലർ കോഴി ഒന്ന് കൈവയ്ക്കുന്നേ വളരെ നല്ലത്. FCR എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കോഴി വളർത്തുന്നവർക്ക് വളരെ അറിയാം. FCR എന്താ? ഫീഡ് കൺവേർഷൻ റേഷ്യോ. എന്തുമാത്രം തീറ്റ കൊടുത്തത് എന്തുമാത്രം ഇറച്ചിയായി കൺവേർട്ട് ചെയ്യുന്ന, ഇറച്ചിയായിട്ട് മാറിയെന്നുള്ള ആ ഒരു ഇതാണ്. ഇത്ര കിലോ തീറ്റയ്ക്ക് നമുക്ക് ഇത്ര കിലോ ഇറച്ചി ഉറപ്പായിട്ട് കിട്ടിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ലാഭകരമായിട്ട് പോവില്ല. നമ്മൾ പെട്ടിക്കട കഴിഞ്ഞാൽ പോലും വരവ് എത്ര ചെലവ് എത്ര എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ ബിസിനസ് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ ആട് ഫാമിലും നമുക്ക് കറക്റ്റ് കണക്കുകൾ വേണം. ഒരു കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അതിന്റെ തൂക്കം നോക്കണം. ഒരു ക്ലാസ് വളരെ അത്യാവശ്യം നമ്മുടെ എല്ലാ ആട് ഫാമിലും. അത് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഗുണം ചെയ്യും. ഒന്ന്, ആടിന്റെ വെയിറ്റ് നോക്കാൻ. 2, ആടിനെ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഒക്കെ വെയിറ്റ് നോക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കച്ചവടക്കാരെ നമ്മൾ പറ്റിച്ചുകൊണ്ട് പോകും. സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ഇറച്ചി വെട്ടുന്ന ഒരു സ്റ്റാൾ നടത്തുന്ന ഒരു ചേട്ടനൊക്കെ ഉണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ടൈമില്. ആള് വന്നിട്ടുണ്ട് അവിടെ വരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ ആള് അവിടെ ഇറച്ചി വെട്ടുകാരുടെ കാര്യങ്ങള്, ഇടനിലക്കാരുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിളിച്ച് ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ആട് കൊടുക്കാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് ഇടനിലക്കാർ ആദ്യം ഒരാള് വരും. 13,000 ആടിന് 4,000 ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു 10 രൂപ രീതിയിൽ കിട്ടണം. അത് കൊടുക്കില്ല. നിങ്ങൾ ഇറങ്ങിപ്പോയി വഴിക്ക് വരാനൊക്കെ കൊണ്ട് നമ്മുടെ ദേശീയമായിട്ട് ഇറക്കി വിടും. പുറത്ത് ഇറങ്ങി വളരെ നല്ല മനുഷ്യൻ അറ്റ്ലീസ്റ്റ് മാന്യമായൊരു വില ചോദിച്ചല്ലോ. തീർച്ചയായിട്ടും മാന്യമായ വിലയാണ് അയാൾ ചോദിച്ചത്. തീർച്ചയായിട്ടും അല്ല അല്ലേ? അപ്പോ നമ്മൾ ചോദിക്കും ചേട്ടാ 5,000 രൂപ തയ്ച്ചതാ. അപ്പൊ അയാൾ പറയും 2 കോടിക്ക് നഷ്ടം വേണ്ട, 4,900. എന്നിട്ട് 13,000 രൂപയുടെ ആടിനെ 4,900 നമ്മുടെ കയ്യിൽ മേടിച്ചു കൊണ്ടായിട്ട് അവര് 7,500, 8,000 രൂപ മറിച്ച് ഇറച്ചി വെട്ടുകാർക്ക് കൊടുക്കും. ലാഭം അവര് വീതം വെച്ചെടുക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ ത്രാസ് ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കയറ്റി നിർത്തി നോക്കിയാൽ നമുക്ക് എത്ര തൂക്കണ്ടെന്നറിയാം. അപ്പൊ മുട്ടനാടാണെങ്കിൽ നാടനാടോ അല്ലെങ്കിൽ ശുദ്ധ മലബാറിയൊക്കെ ആണെങ്കിൽ ഏകദേശം പകുതിയോടത്തോളം മാത്രമേ ഇറച്ചി കിട്ടുള്ളൂ. നേരെ തിരിച്ച് നമ്മള് വേറെ ഉള്ള ഹൈബ്രിഡ്സ് ആയിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള ആടുകളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 55-60% ഇറച്ചി കിട്ടും. എപ്പോഴും ഒരു 10% കൂടുതൽ ഇറച്ചി കിട്ടും. നാടനാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പെണ്ണാടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40% പോലും കിട്ടില്ല. അത് ഞാനീ പറഞ്ഞത് 50%-ത്തിനടുക്ക് കിട്ടുന്നത് മുട്ടനാടുകളുമാണെങ്കിൽ മാത്രം. നന്നായി നിൽക്കണ മുട്ടനാടുകളാണെങ്കിൽ, ക്ഷീണത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 40% ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ കണക്ക് കൂട്ടാം. അതിന് ഏകദേശം എത്ര ഇറച്ചി കിട്ടും. നിങ്ങളുടെയൊക്കെ മാർക്കറ്റിൽ ഇറച്ചിക്ക് എന്ത് വിലയുണ്ട്? 450 രൂപ അല്ലെങ്കിൽ 500 രൂപ. നമ്മുടെ അടുത്ത് 500 രൂപ ഇറച്ചിക്ക് വിലയുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം മേടിച്ച ഒന്ന് കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പൊ നമ്മൾ അതിന്റെ ഇറച്ചി വില കണക്കാക്കാം. അതിനൊരു 1000 രൂപ കുറച്ച് നമുക്ക് തീർച്ചയായിട്ടും കിട്ടണം, വേണ്ടേ? അപ്പൊ അതായിരിക്കും അതിന്റെ ശരിയായ വില. അപ്പോ കച്ചവടക്കാർ വരുമ്പോൾ നമുക്ക് പറയാം, ചേട്ടാ ബോഡി വെയിറ്റ് ഇത്ര ഉണ്ട്, ഇത്ര കിലോ ഇറച്ചി കിട്ടും, നിങ്ങൾക്ക് ഇത്ര കാശ് കിട്ടും അറിയാം, 1000 രൂപ കുറച്ച് ഞാൻ തരാം. സ്വാഭാവികമായിട്ടും പലപ്പോഴും കച്ചവടക്കാര് അങ്ങനെ ഒറ്റപ്പെടുത്താറുണ്ട്. ഞാനൊക്കെ അങ്ങനെ വളരെ ചില സമയങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. എന്റെ ഫാമിലി പിന്നെ ഒറ്റ കച്ചവടക്കാർ വരില്ല എന്ന് മാത്രമല്ല, ഇറച്ചി മേടിക്കാൻ വരുന്ന ആൾക്കാരോട് പറയും അവിടെ കംപ്ലീറ്റ് ആടിനെ സുഖമായിട്ടോ പോണ്ട,
ക്യാൻസർ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ആടിന്. പക്ഷെ നമുക്ക് സത്യം അധികം നാട് അങ്ങനെ മൂടി വയ്ക്കാനൊന്നും കഴിയില്ല. ഇപ്പൊ ഒരു 6 വർഷം. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് പഴയതിനേക്കാളും ബിസിനസ് കൂടിയിട്ടുള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇപ്പോ ഈ പറയുന്ന കച്ചവടക്കാരും വേറെ എങ്ങനെ ആടിനെ കിട്ടാണ്ട് വരുമ്പോ ഓടി വരും. ജനിച്ചടാ തോക്ക് എത്രയും വേണ്ടിയിട്ട് ആയിരം കുറച്ച് പിടിച്ചെന്നേക്കാൻ പറയും. അപ്പൊ അവര് കൊണ്ടുപോകും. അപ്പൊ അതിനർത്ഥം നമ്മൾ വളർത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്ത് വിലയുണ്ടെന്ന് നിശ്ചയിക്കേണ്ടത് ഒരിക്കലും ഇടനിലക്കാരനല്ല. അതിന് എന്ത് വില കിട്ടുമെന്ന് അറിയേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വം നമുക്ക് കൂടിയുണ്ട്. അപ്പൊ നമ്മളെ കഴിഞ്ഞ നാടുകളിലൊക്കെ ഇടനിലക്കാർ പറ്റിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മളാ. തീർച്ചയായിട്ടും ഇടനിലക്കാരാണോ? അല്ല, നമ്മളാണ്. അപ്പൊ നമ്മള് ആട് വളർത്തലിനെ പറ്റി ഇറങ്ങുമ്പോ ആട് വളർത്തലിന്റെ എല്ലാ വശങ്ങളും നമ്മൾ പഠിക്കണം. ആട് എന്താണെന്ന് അറിയണം, കൂടെ എങ്ങനെ ഉണ്ടാകുന്ന അറിയണം, അതിന് വരുന്ന അസുഖങ്ങൾ എന്താണെന്ന് അറിയണം, അതിനെ ചികിത്സിക്കാനായിട്ട് പഠിക്കണം. ചികിത്സിച്ചു കഴിഞ്ഞ് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എന്താ അസുഖമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെന്ത് വില കിട്ടും, എങ്ങനെ വിൽക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ബിസിനസ്സിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഡൽഹിയിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. അപ്പോൾ അവിടെ സെക്രട്ടറി അവതരിപ്പിച്ച ഇതിൽ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ള, ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം കേരളം. അപ്പൊ ഞാനൊക്കെ കസേരയിട്ട് നീണ്ടിരുന്നു. അടുത്തുള്ള മലയാളികളെയൊക്കെ ഒന്ന് നോക്കി, നമ്മളെ ആൾക്കാർ മോശക്കാരല്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതും പൂട്ടിപ്പോണതും. അപ്പൊ ഞാൻ പറഞ്ഞത് താന്നിരുന്നു, ബാക്കിയുള്ളവരൊക്കെ നല്ല ഉഷാറായിട്ടിരുന്നു. അപ്പോ ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് തോറ്റു പോകണമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. അതിന് ഒരു കാര്യമാണ്, നമ്മുടെ മലയാളികൾ നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വൈകാരികമായിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ടൊന്ന് അപ്രോച്ച് ചെയ്യുക. അത് ശരി, അതിനോടുള്ള സ്നേഹം താല്പര്യം തോന്നിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കും. അതിനെ പറ്റിയിട്ട് പഠിക്കാനോ അറിയാനോ പലപ്പോഴും ശ്രമിക്കാറില്ല, നിൽക്കാറില്ല. ഒരിക്കലും പറ്റാത്തോണ്ടല്ല, നമ്മളതിന് വേണ്ടിയിട്ട് മെനക്കെടാറില്ല. അപ്പോ നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോ നമ്മൾ ആട് വളർത്തൽ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു 5-10 ആട് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ തുടങ്ങാം. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അധികം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു കൊമേഴ്സ്യൽ ഫാമിലേക്ക് ഇറങ്ങാം. പിന്നെ രണ്ടാമത് ആട് വളർത്തലിന്റെ പരാജയത്തിന്റെ ഒരു കാരണം, ഒരുപാട് പകുതി ഡോക്ടേഴ്സ് ഉണ്ട്. പലപ്പോഴും പൂട്ടിപ്പോയ അല്ലെങ്കിൽ പൂട്ടാൻ തുടങ്ങുന്ന ഫാമുകാരാണ് നാളത്തെ കൺസൾട്ടന്റ് ആയിട്ട് വരിക. അപ്പോ അത് വലിയൊരു റീസൺ ആണ്. അവർ പലപ്പോഴും പറയും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഭയങ്കര റിസൾട്ടാണ്. അപ്പോ എനിക്കറിയാവുന്ന ഒരു 10-20 ഫാമുകാർ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ഒരു 4-5 ഫാമുകാർ തന്നെ, ചെറുതല്ല, ഏകദേശം 1,500 ആടുകളോടത്തോളം വളർത്തുന്ന ഒരു ആട് കർഷകനടക്കം 50-60 ആടുകൾ ചത്തുപോയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒരു മരുന്ന് പരീക്ഷിക്കുമ്പോൾ മരുന്നിന്റെ ബേസിക്സ് അറിയണം, കെമിക്കൽ കോമ്പിനേഷൻ അറിയണം. ഞാൻ ആ മരുന്നും ഈ മരുന്നും കൂടി മിക്സ് ചെയ്തപ്പോൾ ഭയങ്കര റിസൾട്ട് കിട്ടിയെന്ന് പറയില്ല. കാരണം IV റൂട്ടിൽ ഉപയോഗിക്കുന്ന മെഡിസിൻ IV റൂട്ടിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. IM ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ IM ആയിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. 3 സബ് കട്ടായിട്ട് ഉപയോഗിക്കേണ്ട മെഡിസിൻ സബ് കട്ടായിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഞാൻ ഈ വരുന്ന ആടിന്റെ അസുഖത്തിന്റെ സ്ലൈഡിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഓരോ സ്ഥാനങ്ങൾ എങ്ങനെയാ ചെയ്യണം, അതിന്റെ പൊസിഷൻ, സൂചി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ സ്ലൈഡിലുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ധാരണ കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് ഇപ്പോ ഒരു തവണ അടിച്ചതിന് ശേഷം അതിന് സ്വല്പം ബാക്കിയുണ്ടെന്നായിരിക്കാം. രണ്ടാമത് ഒരു പുതിയ ബോട്ടിൽ എടുക്കുമ്പോൾ ആ പഴയ ബോട്ടിൽ ബാക്കിയുള്ള ആന്റിബയോട്ടിക്സും പുതിയ ബോട്ടിലുള്ളത് മിക്സ് ചെയ്യാൻ പോലും പാടില്ല. അവിടെ ചെയർ ബാക്കിയില്ല, ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ബഷീർ. ഓക്കെ, അപ്പോ പഴയ ബാക്കിയുള്ള ആന്റിബയോട്ടിക്സ് മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ഓരോ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള ഓരോ കെമിക്കൽ കോമ്പിനേഷൻസ് ഉണ്ട്.
അപ്പോ പലപ്പോഴും ചിലപ്പോ അടിയിലുണ്ടാവുന്നതിൽ മുഴുവൻ കാരണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് തന്നെ മാറിപ്പോകും. അവസാനം നമ്മൾ ഡോക്ടറെ കുറ്റം പറയും, അല്ലെങ്കിൽ മരുന്ന് കമ്പനിക്കാരെ കുറ്റം പറയും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലെടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയാറുണ്ട്, ആന്റിബയോട്ടിക്സിനെ പറ്റിയൊന്നും കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കല്ലേ. അത് ഒന്ന് ഒരു പക്ഷെ അവരുടെ ആ പ്രൊഫഷനെ ബാധിച്ചേക്കാന്നുള്ളൊരു പേടി കൂടെ ആവാം. പക്ഷെ അതിലൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും നമ്മള് കാര്യം അറിയാതെ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ മരുന്നുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടും ആളുകൾ ചത്തുപോകാറുണ്ട്. അപ്പോ നമ്മള് ആടിനെ പറ്റിയും രോഗങ്ങളെ പറ്റിയും മരുന്നുകളെ പറ്റിയും അതിന്റെ പ്രയോഗ രീതികളെ പറ്റിയും നമ്മൾ ചെയ്തില്ലേ പോലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. അതേമാതിരി ചില ഫാമുകാർ പറയാറുണ്ട്, ഞാൻ ഈ തീറ്റയും ആ തീറ്റയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തപ്പോ ഭയങ്കര റിസൾട്ടാണ്, 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആട് ഭയങ്കരമായിട്ട് നന്നായിരുന്നു. അതൊക്കെ നമുക്കുണ്ടാവുന്ന വെറും തോന്നലുകൾ മാത്രമാണ്. കാരണം നമ്മള് ഒരു ലാബ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ ആളുകളെ നമ്മൾ മരുന്നായാലും തീറ്റയായാലും പരീക്ഷിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ഒരേ തൂക്കമുള്ള 20 ആടുകളെ എടുത്തിട്ട് പകുതി എണ്ണത്തിന് തീറ്റയായാലും മരുന്നായാലും കൊടുക്കും, പകുതി എണ്ണത്തിന് കൊടുക്കില്ല. 5 or 6 മാസം അതിന്റെ പ്രത്യേകത ചെയ്യുന്ന ഇതിന്റെ പരീക്ഷണത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ 1 or 1.5 വർഷം നമ്മൾ അത് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്തതിന് ശേഷം എല്ലാ മാസവും അതിന്റെ ബോഡി വെയിറ്റും ശരീര കണ്ടീഷനൊക്കെ നോക്കിയതിന് ശേഷമാണ് ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ഇതിന് റിസൾട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് റിസൾട്ട് ഇല്ല എന്നുള്ളത്. അപ്പോ പല അരവൈദ്യന്മാരായിട്ടുള്ള ആൾക്കാരുകൾ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാര്യം ഒന്നും മനസ്സിലാക്കാതെ ഫോളോ ചെയ്യും. അത് തീർച്ചയായിട്ടും നമ്മൾ നിർത്തേണ്ടത് നമ്മളുടെ ഒരു ആട് ഫാം വിജയിക്കുന്നതിന് അത്യാവശ്യം. ഉദാഹരണത്തിന് ചില ആൾക്കാർ പറയും, ഇഷ്ടംപോലെ ഗോതമ്പ് കൊടുക്കാൻ ഒരു ആടിന് നമുക്ക് ഗോതമ്പ് കൊടുക്കാം, അതിന് വിൽക്കാനായിട്ട് ഇനി 2 or 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാസം കഴിയുമ്പോൾ അത് വിറ്റ് പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ. കാരണം മൂത്രത്തിക്കല്ല് വരുന്നതിന് ഏറ്റവും വലിയൊരു ഇതുള്ളതാണ് നമ്മൾ അങ്ങനെയുള്ള ഗ്രെയിൻസ്, ഇപ്പൊ ബാർലി ആയാലും ഗോതമ്പായാലും ചോളമായാലും ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്താം. ഇനി 2 മൂത്രത്തിക്കല്ലൊക്കെ വന്നിട്ടുള്ള ആടിന് മൂത്രത്തിക്കല്ല് വന്ന് അനുഭവപ്പെട്ടിട്ടുള്ള ആരിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഗുരുവായൂരിൽ നിന്നൊക്കെ ഒരു സുഹൃത്തുക്കളാണ് വിദ്യാഭ്യാസന്റെ വീട്ടിൽ വന്നിരുന്നു. ആരാണ് ആളുടെ ഇവിടെ തളിർ ആട് ഗ്രാമത്തിന്റെ ഓക്കെ. അപ്പൊ ആളുടെ അവിടെ വലിയ മുട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ അവിടെ മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സ്വാഭാവികമായിട്ടും ആട്ടിന് മൂത്രത്തിക്കല്ല് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും അതിനെ വെട്ടാൻ കൊടുത്തോ, എനിക്ക് കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും മൂത്രത്തിക്കല്ല് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഒരു 95% കേസിലും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 മണിക്കൂറിൽ തന്നെ നമുക്ക് അതിന്റെ ഡിഫറൻസ് വരും. അപ്പൊ ഞാൻ ഒരു 20 വർഷത്തോളം പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിലെ 5-8 വർഷം മുമ്പ് ആട് ഫാമൊക്കെ തുടങ്ങിയതാണ്. അതേമാതിരി പശുഫാമൊക്കെ തുടങ്ങിയ ഒരാളാണ്. അതിനുശേഷം അന്ന് അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടിയത് നിങ്ങളെ പോലെ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ സർക്കാരിന്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്. അപ്പൊ അവര് തന്നൊരു പ്ലാനിൽ ഞാനൊരു തൊഴുത്തൊക്കെ പണിതു. തൊഴുത്തിന്റെ താഴെ മൂത്രം പോവാനൊരു ചാല്, ചാണം പോവാനൊരു ചാല് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. കുറച്ചു നാൾ കഴിഞ്ഞ് ഈ ചാലൊക്കെ വഴുക്കാൻ തുടങ്ങിയപ്പോൾ പശു പിന്നാക്കം ഇറങ്ങി കഴിഞ്ഞാൽ വീണ് കാലൊടിഞ്ഞു. ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ ചെന്നു. അപ്പൊ അവർ പറഞ്ഞതിന്റെ വേർഷൻ 2 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സോഫ്റ്റ്വെയർ ഒന്നല്ലല്ലോ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. കല്ലും മണ്ണും സിമെന്റൊക്കെ വെച്ചിട്ട് നമ്മൾ തൊഴുത്തുണ്ടാക്കിയിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ തർക്കവും ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോ അവിടെ നിന്നൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ജെയിംസ് താനത് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ യു ഷുഡ് ഗോ ടു ലുധിയാന, പഞ്ചാബ്. ഇന്ന് മൃഗസംരക്ഷണ മേഖലയിലായാലും കൃഷിയിലായാലും ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംസ്ഥാനം പഞ്ചാബാണ്. അവിടെ ഭട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട്. ആളെ പോയിട്ട് മീറ്റ് ചെയ്താൽ മതി. അദ്ദേഹം നമ്മുടെ അമൂലിന്റെ കുര്യൻ സാറൊക്കെ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഏകദേശം ഒരു 65-70 വയസ്സോടത്തോളമായി. അദ്ദേഹത്തിന് 500 പശുവുള്ള ഒരു പശുവിന്റെ ഫാമുണ്ട്. 5000-ന് മേലെ ആടുള്ള ആടിന്റെ ഫാമുണ്ട്. ഏകദേശം 100 ചില്ലാനം ഏക്കറോളത്തോളം കൃഷിഭൂമിയുണ്ട്.
അപ്പൊ അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനുമാണ്, നല്ലൊരു ഡോക്ടറും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നമ്മുടെ നാഷണൽ ഡയറിയുടെ അഡ്വൈസറി കൗൺസിൽ ഉണ്ടായിരുന്നു, നബാർഡിന്റെ അഡ്വൈസറി കൗൺസിൽ ഉണ്ടായിരുന്നു, പഞ്ചാബിന്റെയും ഹരിയാനയിലൊക്കെ ലൈവ് സ്റ്റോക്ക് ഡയറി ബോർഡിന്റെ ഒക്കെ സ്ഥിരം ക്ഷണിതാവ് കൂടിയായിരുന്നു. അപ്പൊ കുറെ നാളെ ഒരു 1.5 മാസം ആളുടെ കൂടെ കൂടി, അങ്ങനെ പല പ്രോജക്റ്റുകളിലും പുള്ളിയുടെ കൂടെ പോയി. അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, ഇനി എന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല, നിനക്ക് ഇതിനെ പറ്റി ഇനി കൂടുതലായിരുന്നെങ്കിൽ യു ഷുഡ് ഗോ ടു ഇസ്രായേൽ. അങ്ങനെ ഞാനും പുള്ളിയും കൂടി ആദ്യത്തെ ട്രെയിനിങ് ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയിലെ നസറത്തിലെ ഗലീലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാമിംഗ് നടക്കുന്നത് പഞ്ചാബിലാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി പഞ്ചാബ് ഒരു 40 കൊല്ലം പിന്നിലാണ്. കാരണം ഇസ്രായേലിന്റെ പൊളിറ്റിക്സോ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട, അവരുടെ ടെക്നോളജി അഗ്രികൾച്ചറിലും ലൈവ് സ്റ്റോക്കിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ പശുവിന്റെ ഒരു കറവക്കാലത്തെ നാഷണൽ ആവറേജ് 12,000 ലിറ്ററാണ്. അതായത് രാജ്യത്ത് പാൽ കറവയുള്ള ഓരോ പശുക്കളുടെയും ഒരു കറവക്കാലത്തെ പാലിനെ കറവയുള്ള പശുക്കളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു ലാക്ടേഷൻ പീരീഡിലെ നമുക്ക് പാലിന്റെ അളവ്. ഇന്ത്യയിലെ 1800 താഴെയാണ്. അപ്പോ മെഡിക്കൽ സയൻസിൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും നേരെ തിരിച്ച് അഗ്രികൾച്ചറിലും ലൈവ് സ്റ്റോക്ക് മൃഗസംരക്ഷണ മേഖലയിൽ നമ്മൾ ഒരുപാട് പിന്നിലാണ്. അപ്പൊ അതിലെ ഓരോ മേഖലകളിലും അപ്പോ ആട് വളർത്തലില് നമ്മൾ പുതിയ മെത്തേഡുകളും ഏറ്റവും പുതിയ ടെക്നോളജിയും രീതികളും കാര്യങ്ങളും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തമിഴന്മാരെക്കാളും അല്ലാന്നുണ്ടെങ്കിൽ കർണാടകക്കാരെക്കാളൊക്കെ നമ്മൾ അറിവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായ കാരണം കാര്യത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്താണ് കൊമേഴ്സ്യൽ ആട് ഫാമിംഗ് എന്നുള്ളതിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് വേണം ഇവിടുന്ന് പോവാനായിട്ട്. അപ്പോ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും കാര്യങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഓരോന്നും ഒന്ന് കുറിച്ചു വെക്കുക. ഇതിനിടയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെഷനും കാര്യങ്ങളും പറഞ്ഞ സമയത്ത് തീരില്ല. അപ്പൊ ആ സംശയങ്ങൾ കുറിച്ചു വെച്ചിട്ട് നമുക്ക് ചോദ്യോത്തര വേളയിലെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആട് വളർത്തൽ മേഖലയിൽ നമ്മൾ നേരിടുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന് വാക്സിനേഷനുകളുടെ അഭാവമാണ്. നമുക്ക് കേരളത്തില് TT അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ PPR കിട്ടാറുണ്ട്, അല്ലെങ്കിൽ FMD. ഇതൊഴിച്ച് യാതൊരു വാക്സിനേഷൻസും നമ്മുടെ കേരളത്തിൽ ലഭ്യമല്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് അഗ്രിഫാം സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ കൺസൾട്ടൻസി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. അപ്പൊ ഞങ്ങളുടെ കൺസൾട്ടൻസി കൊടുക്കുന്ന ഫാമുകളിലേക്കുള്ള മരുന്നുകൾ പോലും നമ്മൾ ഹൈദരാബാദിൽ നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഈ കർഷകർക്ക് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് സാധിച്ചാൽ, ഒരു ഫാർമേഴ്സ് കമ്പനി രൂപം കൊടുക്കാനായിട്ട് സഹായിച്ചാൽ, നമുക്ക് വേണ്ട തീറ്റകള് നമുക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും, മരുന്നുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, ട്രെയിനിങ്ങോ കൺസൾട്ടൻസിയോ ആ രീതിയിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏകദേശം 4 മില്യൺ ടണ്ണോളത്തോളം പാല്, ആടിന്റെ പാല് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ 3% താഴെ മാത്രമേ വിപണനം ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആടിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ അറിയാം, എത്ര പേര് ആട്ടിൻപാല് വിൽക്കുന്നുണ്ട്? വളരെ ചുരുക്കം പേര് മാത്രമാണ്. എന്നാൽ ആട്ടിൻപാലിന് നമുക്ക് ഏകദേശം 120 രൂപയോളത്തോളം വിലയുണ്ട്. ആട്ടിൻപാലിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. പണ്ടൊക്കെ നമ്മുടെ കാരണന്മാര് പറഞ്ഞിട്ടുണ്ടാവും, കുട്ടികൾക്ക് ആട്ടിൻപാലേ കൊടുക്കാവൂ, ആസ്മ അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കാരണന്മാരുടെ ഒരു നിരീക്ഷണത്തിന്റെ ഫലത്തിൽ നിന്ന് അവർ പറഞ്ഞതാണ്. ഇപ്പൊ 5 വർഷത്തോളമായിട്ടുള്ളൂ അതിന്റെ റീസൺ എന്താണെന്ന് സയന്റിഫിക്കലായിട്ട് തെളിഞ്ഞിട്ട്. അതിന്റെ കാരണം ആടിന്റെ പാലിലുള്ള പ്രോട്ടീനിലെ ബീറ്റാ കേസിൻ എന്ന് പറയുന്നത് A2 ആണ്.
മനുഷ്യന്റെ ശരീരത്തിലുള്ള പ്രോട്ടീനിലുള്ള ബീറ്റാ കേസിനും A2 ആണ്. അപ്പൊ ആടുംപാല് കഴിച്ചാൽ നമ്മുടെ പാലിലുള്ള പ്രോട്ടീനിന്റെ ബീറ്റാ കേസിനും നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീനിന്റെ ബീറ്റാ കേസിനും ഒന്നായതിനാൽ കറക്റ്റായിട്ട് ദഹനം നടക്കും, ശരീരം നന്നായിട്ട് അബ്സോർബ് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവില്ല. 2, ഈശ്വരൻ പ്രകൃതിയാൽ തന്നെ ഹോമോജനൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു പാല് ആട്ടുംപാല് മാത്രം. അതായത് ആട്ടുംപാലിന്റെ ഉള്ള അതിലെ കണികകളുടെ വലുപ്പം ഏകദേശം ഒരേപോലെ വരും. അപ്പൊ നമ്മുടെ ദഹനം കാര്യങ്ങൾ വളരെ എളുപ്പം. അതുകൊണ്ടാണ് പശുമ്പാല് കൊടുത്താൽ ചില കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും, ഗ്യാസ് വരും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ആട്ടുംപാല് വരുന്ന ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പീഡിയാട്രീഷ്യൻസിനും സർജറി വരുന്ന ആൾക്കാർക്ക്, വയസ്സ ആൾക്കാർക്കൊക്കെ ആട്ടുംപാല് യൂസ് ചെയ്യാനായിട്ട്. അപ്പോ നമ്മള് ആട് ഫാം വളർന്നതൊക്കെ ഒട്ടുമിക്കതും ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും. എന്നാൽ ആടിന്റെ പാല് വാങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് അധികം സിറ്റികളിലായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫാർമേഴ്സിന്റെ ഒരു കമ്പനി നമുക്ക് രൂപീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മിൽമ പോലെ ഒരു പാരലൽ സംവിധാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഓരോരുത്തരും ഉത്പാദിപ്പിക്കുന്ന ആട്ടിൻപാല് നമുക്ക് നഷ്ടപ്പെട്ടു പോവാതെ പൂർണ്ണമായിട്ടും വിപണനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഒരു 100 രൂപ വെച്ച് തന്നെ നമുക്ക് 1 ലിറ്റർ ആട്ടിൻപാല് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 100 ആടിനെ വളർത്തുന്ന ഒരു ഫാം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 ലിറ്റർ 8 മുതൽ 10 ലിറ്റർ ആട്ടിൻപാല് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോ ഒരു ദിവസത്തെ ആട്ടിൻപാലിൽ നിന്ന് തന്നെ നമുക്ക് 1000 രൂപയോളം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അത് ലാഭമല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ആടിന്റെ തീറ്റ ചെലവും പണിക്കാശൊക്കെ അതിൽ നിന്ന് കഴിഞ്ഞു പോകും. അപ്പോ ഒറ്റയ്ക്ക് നമുക്ക് ആർക്കും, എനിക്കോ നിങ്ങൾക്കോ ഒറ്റയ്ക്ക് ഇതിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകളിലും പഞ്ചായത്തുകളിലും നമുക്ക് ചെറിയ ചെറിയ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു കഴിഞ്ഞാൽ ഈ പാല് മൊത്തമായിട്ട് കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് ബോട്ടിലിൽ പാക്ക് ചെയ്ത് ശുദ്ധമായ ആട്ടിൻപാലായിട്ട് നമുക്ക് വിറ്റഴിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, ഒരുപാട് ആയുർവേദ മരുന്ന് കമ്പനികളുണ്ട്. ഇപ്പൊ വീട്ടിലൊക്കെ കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ ഒരു സുഗതൻ എന്ന് പറയുന്ന ഡോക്ടറുണ്ട്. ആളെ ഓട്ടോറിക്ഷയിൽ വന്നിട്ടാണ് വീട്ടിൽ പാല് കൊണ്ടുപോകണം. എന്നു ചോദിച്ചു, ഡോക്ടറെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വിട്ടാൽ പോലെ ഞാൻ പാല് കൊടുത്തു വിടാം. നീ കൊടുത്തു വിടുന്നത് ആട്ടിൻപാലായിരിക്കും, പക്ഷെ അവിടെ വരുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും കിട്ടാന്ന്. അപ്പൊ ആള് 15 ലിറ്റർ പാല് മേടിക്കാൻ പറഞ്ഞു വിട്ടാൽ 10 ലിറ്റർ നമ്മൾ ഓർഡർ വെച്ചിട്ട് 5 ലിറ്റർ അതുപോലെ പശുമ്പാലും ചേർത്താൽ വലിയൊരു ലാഭമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പണി പറ്റിയ കാരണമാണ് ഡോക്ടർ ഇപ്പൊ നേരിട്ട് വന്നിട്ട് ആട്ടിൻപാല് കൊണ്ടുപോകണം. ആട്ടിൻപാലും പശുമ്പാലും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കാന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ പ്രത്യക്ഷം നമുക്ക് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക? ആരെങ്കിലും നമുക്ക് പാല് തന്നാ എന്താ? മണം ഒരു റീസണാണ്. രണ്ടാമത് വേറെ എന്തൊരു ഘടകമെന്നറിയോ? എന്താണ്? കറക്റ്റ്. അമ്മമാർക്കൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് അറിയാം, കാരണം അവരൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയും പുറത്തൊക്കെ എടുത്തല്ല. നമ്മള് ഒരു ഗ്ലാസ്സിൽ, ഒരു ശുദ്ധ ഗ്ലാസ്സിൽ ഒരേ അളവില് പശുമ്പാല് ആട്ടിൻപാല് ഒഴിച്ച് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ പശുമ്പാലിന്റെ മുകളിൽ മഞ്ഞ കളറിൽ നല്ല പാട ചൂടിയുണ്ടാവും. ആട്ടിൻപാലിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോ ഈ പാല് നമുക്ക് വിപണനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. നമുക്കൊരു കമ്പനി രൂപീകരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടനിലക്കാരെ ഒഴിവാക്കാം. നമുക്ക് പാൽ ആവശ്യമുള്ള കുട്ടികൾക്ക്, വയസ്സായ ആൾക്കാർക്ക്, കൺസ്യൂമേഴ്സിന് പാലെത്തിക്കാൻ സാധിക്കും. ഒരുപാട് മരുന്ന് കമ്പനിക്കാർ പാൽ ആവശ്യമുള്ളവരുണ്ട്, അവർക്ക് ശുദ്ധമായിട്ടുള്ള പാല് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുമാതിരി മാത്രമല്ല, ആടിന്റെ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദുബായിൽ നിന്ന് തന്നെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ആടിന്റെ സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ട്, അതായത് പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ട് 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ 5 സ്റ്റാർ ഭക്ഷണ വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ സ്റ്റീക്കില് ഒന്നില്ല നമ്മുടെ റിബ്സ് പക്വാരിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കഷ്ണത്തില്, അതല്ലെങ്കിൽ പ്രത്യേക ഷേപ്പിലുള്ള കഷ്ണങ്ങളായിരിക്കും.
അപ്പൊ അത് പലപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല വരുന്നത്, ചൈനയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആടിനെ വളർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ആടിന്റെ ഇറച്ചി കയറ്റി വിൽപ്പന നടത്തുന്നതിൽ നമ്മുടെ പിന്നിലാണ്. അതിൽ ചൈനക്കാരെ മുമ്പിൽ പണിയെടുക്കാൻ നമ്മൾ കാശ് മേടിക്കും ചൈനക്കാരല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആള് പറഞ്ഞു, ഇതിനെ കറക്റ്റായിട്ട് ഇറച്ചി സ്ഥിരമായിട്ട് ആടിനെ സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നുകൂടെ കൂട്ടായിട്ട് ഒറ്റയ്ക്ക് ഒരു ഫാക്ടറി ഇടാനായിട്ട് അദ്ദേഹം തയ്യാറാണ്. എത്ര അതിന് വേണ്ട ക്വാണ്ടിറ്റി ഇറച്ചി കണ്ടിന്യൂസ് വാങ്ങാൻ ആള് തയ്യാറാണ്. അപ്പൊ അതിന്റെ മാർക്കറ്റിന്റെ കണക്കും ലാഭവും എല്ലാം പുള്ളി അതിൽ പറഞ്ഞു. അപ്പൊ നമുക്കറിയാത്ത ഒരുപാട് മാർക്കറ്റിംഗ് മേഖലകളുണ്ടാണ്. ആടിന്റെ മൂത്രം നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ആയുർവേദ ഔഷധശാലകളിൽ. പക്ഷെ അത് ചെറിയ അളവിൽ മാത്രമേ വിറ്റു പോവുള്ളൂ. അതുകൂടാതെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഒരുപാട് പേര് വീടുകളിൽ തുള്ളിനലയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം ഫെർട്ടിഗേഷൻ സിസ്റ്റം ഒക്കെ പലരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോ പശുവിന്റെ മൂത്രത്തിലുള്ളതിനേക്കാളും 7 മുതൽ 8 ഇരട്ടി NPK കണ്ടന്റ് ആടിന്റെ മൂത്രത്തിലുണ്ട്. ആടിന്റെ മൂത്രം വെറുതെ നമ്മൾ അരിച്ചിട്ട് ആ തുള്ളിനല കൊടുക്കുന്ന ഇതിലൂടെ വിട്ടാൽ മതി. നല്ലൊരു വളമാണ്. നന്നായിട്ട് പുകയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ വിളവിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ കൃഷിക്കാരായ ആൾക്കാരൊക്കെ പലരും അറിഞ്ഞ് കേട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതുമാതിരി പ്രകൃതിദത്താ കിട്ടുന്ന വളങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂടും. മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മണ്ണിലെ സൂക്ഷ്മജീവികളെല്ലാം നശിച്ചു പോകും. കുറച്ച് നാള് കഴിയുമ്പോൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഇല്ലാണ്ടാവും. ഇംഗ്ലീഷ് വളം ഇട്ടല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അവസാനം ഇട്ടാലും ഒന്നും ഉണ്ടാവാത്ത രീതിയിലാവും. അപ്പോ അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രകൃതിയാലുള്ള ഓർഗാനിക്കാനുള്ള രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സർക്കാർ 1-2 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിനെ ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുന്ന വളങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവും. അങ്ങനെയുള്ള വളങ്ങളെ കൃഷിഭവൻ വഴി വിതരണം ചെയ്യുള്ളൂ. അങ്ങനെയുള്ള വളങ്ങൾ വാങ്ങിയാൽ മാത്രമേ സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോ നമുക്ക് ഒരാൾ ഒറ്റയ്ക്ക് വളങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ കർഷകർ കൂടി ചേർന്നിട്ട് നമുക്ക് വളം ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം, ഡ്രൈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം, ഹോർമോൺസ് ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് ആടിന്റെ മൂത്രത്തിൽ നിന്ന് ഉണ്ടാക്കാം. അതേമാതിരി നമുക്ക് വളം എൻഹാൻസ് ചെയ്തിട്ട് എൻറിച്ച് ആയിട്ടുള്ള വളങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് അതിലുള്ള കണ്ടന്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വിലയ്ക്ക് അനുസരിച്ചിട്ട് ഫോസ്ഫറസ് ആണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഓർഗാനിക് ആയിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എൻറിച്ച് വളങ്ങൾ ഉണ്ടാക്കാം. ഓരോ വിളവിനും അനുയോജ്യമായ രീതിയിൽ. അപ്പോ മാർക്കറ്റിങ്ങിൽ വൈവിധ്യവൽക്കരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ മേഖലകൾ തുറന്നു കിട്ടും. അപ്പൊ പണ്ട് നമ്മുടെ വീട്ടിലും ഗ്രാമങ്ങളിലും 7-8 ആടിനെ വളർത്തിയിരുന്ന അല്ലെങ്കിൽ 50-100 ആടിനെ വളർത്തിയിരുന്ന ആട് ഫാമിൽ നിന്നും നമുക്ക് ഒരുപാട് മാറി ചിന്തിക്കാനും ഒരുപാട് മാറിയ രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഗൾഫിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആട് ഫാം തുറന്നാന്ന് പറഞ്ഞു വരുന്ന ലോൺ എടുത്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആരും വരണ്ട. കാരണം നമുക്കതിന് വരുമാനം വരാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 1.5 വർഷം എടുക്കും. ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് കിട്ടാനായിട്ട് 3-ാമത്തെ വർഷത്തോടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം 2-3 ആടിനെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊടുക്കുക. അപ്പൊ നമ്മുടെ വീട്ടുകാരായിട്ട് ഫെമിലിയറൈസ് ആവും. അവർക്ക് കേൾക്കുമ്പോഴേക്കും മനസ്സിലാവും, കാണുമ്പോഴേക്കും മനസ്സിലാവും ഇതാണ് അസുഖം, ഇതാണ് അസുഖം, ഇതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോ നമ്മുടെ നാട്ടില് ആട് ഫാമുകൾ ഇല്ലാത്തത് കാരണം